അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലം വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴെല്ലാം ഷൂട്ടിംഗ് വരെ ക്യാൻസൽ ചെയ്തു. ഞാൻ നോമിനേഷൻ കൊടുക്കുന്ന അന്ന് മുതൽ എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അദ്ദേഹം കൂടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പോകുന്നവരെ പിന്നെ കാണില്ല. പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കണം, ഇങ്ങോട്ടൊരു ആവശ്യത്തിനും വരില്ല. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സലീംകുമാർ അവസാനമാകുമ്പോൾ പറയും എന്റെ അവകാശമാണ്. ഞാൻ വേറെ ആരെയും വിളിക്കില്ല, സലീമിനെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറയും. അത്രമാത്രം നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യം. ഏത് തിളച്ചു മറിഞ്ഞ കാലാവസ്ഥയിലും നല്ല ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിനും ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതൻ എന്ന് എനിക്ക് അഭിമാനമുണ്ട്. അതിനൊരു വിട്ടുവീഴ്ചയില്ല. പഠിക്കുന്ന കാലം മുതൽ അവസാന ശ്വാസം പോകുന്നത് വരെ ആ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിൽ, ആ ഉറച്ച കോൺഗ്രസ് ബോധ്യത്തിൽ നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. ഏറ്റവും അവസാനം പങ്കെടുത്ത പരിപാടി ഞാൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം പറവൂരിലെ പൗരാവലി എനിക്ക് നൽകിയ സ്വീകരണത്തിനാണ്. അതിനു മുമ്പ് ഞാൻ പങ്കെടുക്കുന്നത് കൺവെൻഷനിലും തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വന്നാൽ എന്റെ വീട്ടിലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലുണ്ടാവും. അത്രമാത്രം ഹൃദയബന്ധമാണ്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വിടവറയിൽ ഉണ്ടാകുമെന്ന് കരുതിയില്ല. ഇന്നലെ രാത്രിയാണ് വീണ്ടും അദ്ദേഹത്തിന് അടുത്തൊരു ഹൃദയാഘാതം ഉണ്ടായി, ആ വേർപാടുണ്ടായി. ഞാൻ കുടുംബത്തിനോടുള്ള ഔപചാരികമായ ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ആ കുടുംബം എന്റെ കൂടെ കുടുംബമാണ്. ഞാനും കൂടി ആ കുടുംബത്തിൽ ഉൾപ്പെട്ടതാണ്. അവരെ എല്ലാവരെയും ഞാൻ ചേർത്ത് നിർത്തും. ഞങ്ങൾ എല്ലാവരും ചേർത്ത് നിർത്തും. ഒരു കാര്യമില്ല, ഇവിടെ എല്ലാവർക്കും ഉണ്ടായ പ്രയാസത്തിൽ, ദുഃഖത്തിൽ